കോഴിക്കോട് ജില്ലയ്ക്ക് മന്ത്രിമാരില്ലാത്തതിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം. പുറമേരിയിൽ പരസ്യ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തി. പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കാത്തതിൽ ലീഗിനുള്ളിൽ പ്രതിഷേധമുണ്ട്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയോട് പാർട്ടി നേതൃത്വം കാണിച്ചത് തികഞ്ഞ അനീതിയാണ്. മറ്റ് ജില്ലകളെപ്പോലെ സേഫ് സോണിൽ നിന്നുകൊണ്ടല്ല കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ച് വടകര താലൂക്കിൽ രാഷ്ട്രീയ പ്രവർത്തനമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ നടക്കുന്നത്. വർഷ ഗിരീഷാണ് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നത്. വർഷ, പ്രതിഷേധം തുടരുകയാണോ? ശക്തമായ പ്രതിഷേധം തന്നെയാണ് പുറമേരി ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, കോഴിക്കോട് ജില്ലയ്ക്ക് വലിയൊരു അവഗണനയാണ് നൽകിയിരിക്കുന്നത്. ഒറ്റ മന്ത്രി പോലും കോഴിക്കോട് ജില്ലയിൽ നിന്നില്ല. മറ്റിടങ്ങൾ പോലെ സേഫ് സോൺ ആയിരുന്നില്ല കോഴിക്കോട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ LDF-ന് 13-ൽ 11 സീറ്റും കിട്ടിയ മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങളും LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ ശക്തമായ മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളാണ്. അത്തരം മണ്ഡലങ്ങളിലാണ് ഇത്തവണ പൊരുതി ലീഗും UDF-ഉം വിജയം നേടിയത്. എന്നിട്ട് പോലും ഈ മന്ത്രിസ്ഥാനം നൽകാതെ അവഗണിച്ചു എന്നുള്ള കാര്യമാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പറയുന്നത്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലും അതേപോലെ പരസ്യമായി തന്നെ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 13-ൽ 12 സീറ്റും നേടിയാണ് ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ UDF ഉഗ്ര വിജയം കൈവരിച്ചത്. വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട ഒരു വിജയം തന്നെയായിരുന്നു കോഴിക്കോട് UDF-നുണ്ടായത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു, അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് 13-ൽ നേടുമെന്ന് UDF പറയുമ്പോഴും അപ്പോഴെല്ലാം CPM-ന് വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ LDF-ന് വലിയ ആത്മവിശ്വാസമുള്ള ജില്ലയായിരുന്നു കോഴിക്കോട് എന്ന് പറയുന്നത്. തങ്ങൾ ആ 11 മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയായിരുന്നു LDF തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് UDF വലിയ വിജയം കോഴിക്കോട് സ്വന്തമാക്കിയത്. എന്നിട്ട് പോലും ഒരു മന്ത്രിയെ നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന്, മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാണ്. അതോടൊപ്പം ആറ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിച്ചത്. ആ 6 പേരും ഇവിടെ വിജയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.